ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ചാളായി ഗൈസ് മര്യാദക്ക് ഒരു വീഡിയോ ഇടാൻ പറ്റിയിട്ട് നമ്മുടെ ഫോൺ ചീത്തയായ കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാണ്ടായിരുന്നില്ല. ഇപ്പോൾ ഫോണൊക്കെ ശരിയാക്കി, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫോൺ ശരിയാക്കാൻ പോണ കാര്യങ്ങളൊക്കെ. ഫോണൊക്കെ ശരിയാക്കിയപ്പോൾ ഓക്കെ. ഇനി എലക്ഷനാണ്. എല്ലാവരും ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവരും എലക്ഷൻ ചെയ്ത് വോട്ടൊക്കെ ചെയ്തിരിപ്പുണ്ടാവും. ആ ചെയ്തിട്ട് റിഗ്രറ്റ് ആകരുത്. ഞാൻ ഇയാൾക്കാണല്ലോ ചെയ്തത്, അത് ശരിയായിരുന്നു തെറ്റായിരുന്നു എന്നുള്ളത് ഉചിതമായ ആൾക്കാർക്ക് തന്നെയല്ലേ നിങ്ങൾ വോട്ട് കൊടുത്ത്. ഞാൻ എന്തായാലും വോട്ട് കൊടുക്കാൻ പോകണു. എൻ്റെ നല്ലൊരാളെ തിരഞ്ഞെടുക്കുക, അതാണല്ലോ നമുക്ക് വേണ്ടത്. നല്ല ഭരണം വരട്ടെ, നല്ല ഇതുണ്ടാവട്ടെ. നിങ്ങളുടെ ചിന്താഗതികളൊക്കെ ചിന്തിച്ച് മാറ്റങ്ങളൊക്കെ വരത്തേണ്ടതാണ്. എന്തായാലും ഞാനും ഫസ്റ്റ് ഇലക്ഷന് പോകാൻ പോയി വോട്ടെടുക്കാൻ വേണ്ടി അമ്മയൊക്കെ പോയിട്ട് വന്നു. ഞാൻ പോയിട്ട് വോട്ട് ചെയ്തിട്ട് വരാം ഗൈസ്. അമ്മമാരൊക്കെ അവിടെ ഉണ്ട്. നമ്മുടെ കടയിൽ രാവിലെ തന്നെ തട്ട് തുടങ്ങിയിട്ടുണ്ട് ഇലക്ഷനായിട്ട്. ആ നീ വോട്ടില്ലേ? അതാണ് എനിക്കുണ്ടാവല വെടിവെപ്പ് ഡെൽവിഷ് നല്ല ടേസ്റ്റ് ഉണ്ട്. മാങ്ങ നുണയുന്നു. ഇത് കഴിക്കണ സുഖം വല്ല ഫ്രൂട്ടി കഴിച്ചാ കിട്ടോ? കിട്ടൂല. കിട്ടോ ബെബോ? ഇതാണ് അതിന്റെ ബ്യൂട്ടി. ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല. ആ ബെബോ റെഡ് ഫിനിഷ് ആക്കി. അതെ, നിങ്ങ ശ്രദ്ധിക്ക. നിങ്ങൾ അവസരം കള്ളം പറയേ. ഗുഡ് മോർണിംഗ്, സുപ്രഭാതം. ഞാൻ ഇലക്ഷനായിട്ട് ചിക്കൻ വാങ്ങിക്കണ്ട. എന്തൊരു കള്ളനാണല്ലേ നമുക്ക് തന്നെ കളിക്കാൻ പോണു കോവിനാണ്ട്. അതങ്ങനെ ഉണ്ടത്. അതാണ് കള്ളത്തരത്തിൽ ബെന്നി. വോട്ടിയണ്ടേ? വോട്ടില്ലേ? തൃശ്ശൂരാണപ്പൊ നിങ്ങക്ക. തോൽവി 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 ബെന്നി ചേട്ടൻ തോറ്റേ. മാറ്റാനായിട്ട് ബെബോനെ 1v1 വെല്ലുവിളിച്ചേക്കാണ്. ബെബോനെ ചെയ്യാൻ എന്തോരുണ്ടാകും. ഞാനാണ് ജഡ്ജി ആയിട്ടിരിക്കുന്നത്. സാധന സ്റ്റേജിലേക്ക് എത്തുമ്പോൾ വാശിയുടെ പോരാട്ടത്തിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. 2 കോയിനുകൾ മാത്രം അവശേഷിക്കുന്നു. ലിയോപ്പൻ ആര് ജയിക്കുമെന്നാണ് പറയാനുള്ളത്? കളി കണ്ടിട്ട് പറയാൻ പറ്റില്ല. എങ്ങനെയാണെങ്കിലും തിരിയാന്ന്. ഇന്നത്തെ ക്രിക്കറ്റ് കളി ഉണ്ടാവും. ഇന്നലെ ഡൽഹിയും ഗുജറാത്തും അവസാനം 2 ബോളിന് 2 റൺ ജയിക്കുക. അത്ര നേരം അടിച്ചത്ര എത്തിച്ച്. 2 ബോളിന് 2 റൺ അതത്ര നിക്കണേ അടിച്ചാണ് എത്തിച്ചത്രയും. അവസാനം ഒരു സിംഗിൾ ഇടാൻ അവസരം കിട്ടിയിട്ട് ഇട്ടില്ല. വിട്ട് അവസാനത്തെ ബോളും വിട്ട് ബാക്കിലോട്ട് പോയി ഓടാൻ നോക്കിയിട്ട് റൺ ഔട്ടായി. കളി തോറ്റുപോയി. കളി കയ്യിലിരുന്ന വെച്ച കളിയാണ്. കണ്ട കളി മാറി. ചേഞ്ചായി ഞാനിടോട്ടിപ്പ. മികച്ച ഒരു പോരാട്ടം. 2 കോയിൻ പെന്നിച്ചേട്ടൻ അവശേഷിക്കേ. ബുദ്ധി ചിന്തകളൊക്കെ വേണം. ഇത് ചെത്തിട്ട പളി മാറി. അതിനുള്ള കഴിവില്ല. കാണികൾ മൊത്തം കപ്പമാണ് പറയണത്. പിന്നേടിയായി കൊച്ചിയിലെ മച്ചുന നീ വട്ടവട പോയി. അവസാനം വരെ വെറുതെ ചേട്ടാ പൊരുത്തം. നല്ലൊരു മത്സരമായിരുന്നു കാഴ്ചവെച്ചത്. വോട്ട് ചെയ്യാൻ പോണം. വോട്ട് ചെയ്യാന്ന് നമുക്ക് ചെയ്യണം. ഞങ്ങളപ്പോ വോട്ട് ചെയ്യാനായിട്ട് ബൂത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇലക്ഷൻ ഞങ്ങൾ തീരുമാനിക്കും ഈ നാടാര് ഭരിക്കണമെന്ന്. അല്ലേ, നാടാര് ഭരിക്കണമെന്ന് തീരുമാനിക്കും. കൊറേ പൈസ നല്ല PR ഉണ്ട്. കറൂരക്കില്ലല്ലോ, അതിനായിട്ട് വേണ്ടി മാത്രം ആൾക്കാരെ ക്യാമറയും മൈക്കും കൊടുത്തിട്ട് പറയാനുള്ളൂ. അതായത് ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരെന്തിനാണ് PR കാണിക്കണേ? ജനങ്ങൾ തീരുമാനിക്കില്ലേ? അവരുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഹെയ്റ്റ് പരത്താന്നുള്ളതാണ്. PR ഉപയോഗിച്ച് ഹെയ്റ്റ് പരത്താം. അതാണ് അത്ര
ജയിച്ചൊരാൾക്കാര് ഇലക്ഷൻ ബൂത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ സ്കൂളിൽ. തൂക്കി ചുമന്ന കരങ്ങളോടെ എന്തെങ്കിലും പറ. വിജയം ഇതാണ് നമ്മൾ ഇന്നത്തെ ഇത് ബൂത്തിലേക്ക് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ. അല്ല പോമാച്ചോടെ പോവാം, നമ്മ പുറത്തു വെക്കും. തിരിച്ചെന്നാ പോരെ. ചെയ്തിട്ട് വരണ്ട അയാളുടെ നമ്പർ വേറെ സ്ഥലത്താണ്. ഞാൻ എല്ലാം വായിച്ചു നോക്കിയിട്ടേക്കാണ്. ഇത് കാണിക്ക് പൊക്കി കാണിക്ക്. മടയന്മാരെന്തൊക്കെയാണ് പറഞ്ഞത്? ഇ ഡി സതീശനൊന്നും ഇല്ല. അതെ, അടിയിലൊരു സതീശനുണ്ട്. അവസാനമൊക്കെ അവസാനമാണ് ചെയ്തിട്ടാ ഞങ്ങൾ ശക്തമായ പോളിംഗ് ആണ് നടക്കുന്നത്. ഇലക്ഷൻ കഴിഞ്ഞാൽ അപ്പം തന്നെ പോളിംഗ് ഉണ്ട്. ഒന്നും പ്രശ്നമൊന്നുമില്ല. ചോറ്, ചാറ്, ബീഫ്, അച്ചാറ്, ക്യാബേജ്. ഇലക്ഷൻ കഴിഞ്ഞാൽ അപ്പം തന്നെ പോളിംഗ് ഉണ്ടാവും. ക്യാബേജ്, മാങ്ങ, ബീഫില്ലാണ്ട് ഉണ്ട്. എലക്ഷൻ എന്ന് പറഞ്ഞ ചതിയാണ്, ചതിക്കണം. വീട്ടിൽ ഒരു ബീഫ് എടുക്കുന്നു. പോട്ടേട്ടാ ചെയ്യണോ? എന്തിട്ട് സെറ്റപ്പ് അല്ലേ? ഇലക്ഷൻ്റെ ചൂട് ഉരുകുന്ന ടൈമില് ഇവിടെ സൂര്യൻ അതിനും വലിയ ചൂടാണ് കൂടുന്നത്. ചൂടത്ത് ബ്ലാക്ക് ഇട്ട് വന്നിരിക്കുന്ന കണ്ടാൽ എല്ലാ കാര്യമുണ്ട്. അബദ്ധം പറ്റിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അതും പറ്റരുത്. ചൂടത്ത് കഞ്ഞുള്ളം കുടിക്കണം. ചൂടും കഞ്ഞുള്ളം വെള്ളം കുടിക്കണ്ട. എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റും. ഒരിക്കലാണ് പറ്റുള്ള. ആ എവിടെ നിന്റെ വോട്ട് ചെയ്ത് കൈ പോയിട്ടാ? കുറുമ്പത്തിരുത്ത് ടൗണിലൂടെ ഒരു യാത്ര പ്രസിഡന്റ്. അപ്പോൾ എലക്ഷൻ കഴിഞ്ഞ് പോളിംഗും കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ വഴികൾ. പ്രസിഡന്റ് നാളെ പോകണ്ട. ഇത് പിടിക്കാൻ, മീൻ പിടിക്കാൻ. എവിടെ പോണേ? അടുത്ത ആഴ്ച എവിടെ പോണ? അട്ടോടെയാണോ? മൈസൂര് പരിപാടി തട്ടാണ്ടാ. ഇവിടെ തട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൗഡർ വാങ്ങിക്ക്. ഇല്ലടാ, തീർന്നതാടാ, തീർന്നാണ്. 2 കുപ്പി തീർന്നു. ആ കഴിച്ച. അപ്പം നമുക്ക് ഇപ്പോൾ ഒരു വർക്ക് കിട്ടിയേക്കണേ. പെട്ടെന്നാണ് നമുക്കൊരു ജ്യൂസ് അടി വർക്ക് കിട്ടിയത്. അപ്പം നമ്മൾ അതിന് വേണ്ടി വന്നേക്കാണ്. നമ്മൾ പൈസ വാങ്ങിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് ജ്യൂസ് അടി മാത്രമേ ഉള്ളൂ, സർവീസ് ഇല്ല. എന്തായാലും നമുക്ക് ഇനി ജ്യൂസ് അടിയിലേക്ക് പോകാം. അപ്പോൾ അതിന് മിക്സ് എടുക്കാനുണ്ട്. മിക്സ് എടുത്തിട്ട് വേണം ജ്യൂസ് അടിക്കാനടുത്ത് പോകാനായിട്ട്. 5 മണിക്കാണ് വർക്ക് എന്ന് പറഞ്ഞേക്കണത്. 4 മണി കഴിഞ്ഞിപ്പോൾ തന്നെ പോട്ടെ. അപ്പം വൈകിയതാണ് ഇവൻ. കണ്ടേ ഹെൽമെറ്റ് വെച്ച് വരാൻ വൈകി. എലക്ഷനല്ലേ വൈകി പോയിരുന്നു. എന്ത് പറയാനാണ് ഇവനോടൊക്കെ? സമയത്തിനൊരു കൃത്യനിഷ്ഠ ഇല്ല. ജ്യൂസ് അടിക്കാൻ സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ വർക്കുണ്ട് ജ്യൂസ് അടിയത് ഇവിടെ. തിരുത്തൂര് ടാറ്റാ. പൊക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പാർക്കിലേക്ക്. ഗൈസ് അങ്ങനെ നൈസൊക്കെ എടുത്ത് അങ്ങോട്ട് പോട്ടെ. ഇവിടെയാണ് സ്ഥലം നമ്മുടെ. വന്നപ്പോൾ നമ്മുടെ പഴയ ഒരു വലിയ ആൾക്കാരെ കണ്ടുപിട്ടിയൊക്കെയാണ്. കണ്ട ഗൈസ് നമ്മുടെ സാധനങ്ങളൊക്കെ റെഡിയാക്കി അരിഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. ജ്യൂസൊക്കെ അടിച്ചു റെഡിയാക്കി. വർക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞ് ഗൈസ്. ഓൾമോസ്റ്റ് കഴിഞ്ഞ് തീരാറായിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഇതൊക്കെ പരിപാടി വരെ എടുത്തുകൊണ്ട് വരും ഓരോന്നെ സാധനം. അവിടെ ജ്യൂസ് അടിയായതുകൊണ്ട് ഞങ്ങൾക്ക് തീർന്ന് കഴിക്കാം.
നമ്മുടെ പരിപാടിയാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങളുടെ ഓരോ ദിവസത്തെയും വർക്കുകളൊക്കെ കഴിഞ്ഞോളാം. ഗൈസ് അപ്പം അങ്ങനെ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം കൂടി അടുത്ത് തീർന്നേക്കാണ്. ഇന്ന് നമ്മുടെ പരിപാടി അപ്പോൾ അതായിരുന്നു. ഇലക്ഷനൊക്കെ പോയി വോട്ടൊക്കെ ചെയ്ത് എല്ലാവരും വോട്ടൊക്കെ ചെയ്തില്ല. നിങ്ങൾ ഇത് കണ്ടിട്ട് കാണുമ്പോൾ എന്തായാലും ഇലക്ഷൻ കഴിഞ്ഞിരിക്കണേ ഇരിക്കുള്ളൂ. പിന്നെ അടുത്ത മാസം നമുക്കറിയാം ആര് ജയിച്ചു ആര് ഭരിക്കും കേരളം എന്നൊക്കെ. പിന്നെ കഴിഞ്ഞിട്ടൊരു വർക്കൊക്കെ കഴിഞ്ഞത് സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുത്ത് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. നമ്മുടെ സ്പെയിൻ സ്പോട്ട് നമ്മൾ ഇന്ന് അവസാനം എൻഡ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോ. എല്ലാവർക്കും ബൈ.